പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ അടുത്തേക്ക് പോകുക. ഈ വാഹന വെഞ്ചരിപ്പിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ ഒട്ടിക്കാൻ ചെറിയൊരു സ്റ്റിക്കർ നിങ്ങൾക്ക് നൽകും. അത് കഴിയുന്നു ഈ ദിവസങ്ങളിലൊക്കെ അത് നിങ്ങളുടെ വാഹനത്തിന് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒട്ടിച്ചിട്ട് പൊളിച്ച് കളയുമ്പോൾ അതുകൊണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകുകയില്ല. അതിൻ്റെ പശ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം മണ്ണെണ്ണയോ പെട്രോളോ എന്തെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് പോയി കിട്ടും. ഈ തിരുനാൾ ദിവസങ്ങളിലൊക്കെ അത് നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോട് കാണിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു സുഹൃത്തുമായിട്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. ഇതൊരു പരസ്യവും കൂടിയാണ്. കൂടുതൽ പേർ ഈ പരസ്യം കണ്ട് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് മാതാവിന്റെ രൂപമുള്ള സ്റ്റിക്കറാണ് ഉപയോഗിക്കുക. അതിന്റെ ബാക്ക് സൈഡിലുള്ള കടലാസ് പൊളിച്ചു കളഞ്ഞാൽ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകനിയന്താവായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ വിനീതമായ പ്രാർത്ഥനകളിൽ അങ്ങ് സംപ്രീതനാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ആശ്രയവും സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. തന്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടെ നിന്നെ കാത്തുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ചരാചരങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും വാഹനങ്ങളെ നീ ആശീർവദിക്കണമേ. അവർക്ക് സംരക്ഷണവും കോട്ടയുമായിരിക്കണമേ. യാത്രയിലുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്ന് ഈ വാഹനത്തെയും ഇതിൽ യാത്ര ചെയ്യുന്നവരെയും കാത്തുരക്ഷിക്കണമേ. അവരെ നേർവഴിക്ക് നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.